ജീവിതയാത്ര എന്ന ആൽബത്തിലൂടെയാണോ താങ്കൾ അഭിനയ രംഗത്തോട്ട് ചുവടുവെക്കുന്നത്? അതെ, ആൽബത്തിൽ കൂടെയാണ് ഞാൻ ചുവടുവെക്കുന്നത്. ഈ ടീമിൻ്റെ തന്നെ എൻ്റെ കൃഷ്ണൻ എന്ന ഒരു ആൽബത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു വേഷം, പക്ഷെ അതിനേക്കാൾ നല്ലൊരു വേഷമാണ് ജീവിതയാത്ര. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഈ അഭിനയ രംഗത്തോട്ട് വന്നപ്പോൾ താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? ഞാൻ ഇതിനു മുമ്പ് കുറേ കാലം കൊണ്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ പോയിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. സൂര്യ കെട്ടികുളങ്ങര ഞാൻ പരിചയപ്പെട്ട ശേഷം എന്നോട് പറഞ്ഞ് ഉടനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ കൃഷ്ണ ആൽബത്തിൽ ഞാൻ കയറിയത്. അത് കഴിഞ്ഞാണ് ജീവിതയാത്ര കയറിയത്. ഇപ്പോൾ അടുത്ത ഒരു ആൽബം ചെയ്യാൻ പോകുന്നത്, അതിന് ഞാനാണ് നായകനായിട്ടുള്ളത്. ഒരു സീരിയൽ ആക്ടറും കൂടെയാണ് ആൽബത്തിലുള്ളത്. ഓക്കെ, ഈ ഒരു അവസരത്തില് താങ്കൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇത്രയും നല്ല ഒരു സീരിയൽ ആർട്ടിസ്റ്റിന്റെ ഒക്കെ കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ, അതൊരു വലിയ കാര്യം. എനിക്ക് സൂര്യനെ പരിചയപ്പെട്ടതാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനാണ് ഏറ്റവും കടപ്പാടുകളുള്ളത്, അദ്ദേഹത്തിനോട് മാത്രമേ. ഓക്കെ, ഈ ജീവിതയാത്ര എന്ന ആൽബം അഭിനയിച്ച് അതിന്റെ കഥയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് എന്താണ് താങ്കൾക്ക് ഉണ്ടായ ഒരു ഫീലിങ്സ്? അതൊരു കഥയാണ് പറയാൻ പറ്റില്ല, സത്യത്തിൽ ജീവിതമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരേ കുടുംബത്തിൽ നടക്കുന്ന ഒരു ജീവിതമെന്ന് പറയാൻ പറ്റില്ല. ഒരു മകള് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും എതിർപ്പിനെ അവഗണിച്ച് ഒരു പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോകുന്ന ആ ഒരു രംഗമാണ് ആ ഒരു രംഗം. അത് ഈ കാലഘട്ടത്തിൽ മിക്ക വീടുകളിലും സംഭവിക്കുന്ന ഒരു കഥയാണ്. അത് കഥയല്ല, ഒരു ജീവിതമെന്ന് ഞാൻ പറയാം. ജീവിതയാത്ര എന്ന ആൽബത്തിന്റെ ടീമിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരു കുടുംബം പോലെ ഞങ്ങൾ ആ സെറ്റ് കഴിഞ്ഞത്. സതീഷായാലും സത്യപ്രകാശം എല്ലാം ഞങ്ങളൊരു കുടുംബം പോലെയാണ് ആ സെറ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ടീമിനോടുള്ള താങ്കളുടെ നന്ദി എങ്ങനെയാണ് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്? നന്ദി എന്ന് പറയാൻ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, അതേമാതിരിയുള്ള കടപ്പാട് അവരോടുള്ളത്. ഇട്ടിട്ടാണ്. താങ്കൾ ഈ അഭിനയ രംഗത്തോട്ട് വരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്? എൻ്റെ വൈഫ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ അമ്മായിമ്മ സപ്പോർട്ട് ചെയ്തു. അമ്മായിമ്മ എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അച്ഛന്, എൻ്റെ കൂടെ പിറപ്പുകൾ, ഇവരെല്ലാം എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് പറയാൻ നല്ല വിഷമമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ രംഗത്ത് ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ അമ്മ ഇല്ലാതായി. അതാണ് എനിക്കിപ്പോൾ നല്ല രീതിയിൽ വിഷമമുള്ളത്. ഈ മേഖലയിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ നമ്മുടെ ഫാമിലിയിൽ നിന്നല്ല, പുറത്തുനിന്ന് ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, ബിനീഷ് കായംകുളം എന്ന് പറയുന്നത്. പുള്ളി ഒരു മിലിറ്ററി ആക്ടറാണ്. പുള്ളി നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് താങ്കൾക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഡാൻസ് ട്രൂപ്പ്, എനിക്ക് ഡാൻസ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ട്രൂപ്പ് ഇട്ടായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചെയ്യുന്ന ട്രൂപ്പ് ഇട്ടായിരുന്നു. അപ്പോൾ കൂടെ നിന്നത് തന്നെ അത് ഇല്ലാതാക്കി. പിന്നെ അവിടെ വെച്ച് ഞാൻ നിർത്തിയിട്ട് സൂര്യ കെട്ടികുളങ്ങര പരിചയപ്പെട്ട് അങ്ങനെ ഈ ഫീൽഡിൽ വേണ്ടി ആരംഭിച്ചത്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വന്ന വഴിക്ക് ഒരു ചെറിയൊരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ആൽബത്തിൽ കൂടെ തിരിച്ചു വരുമ്പോ എന്താണ് ആ ഒരു വേദന ഉണ്ടായ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതിന് എന്താണ് അതിനൊരു മറുപടി? ചവിട്ടി താഴ്ത്തിയവരുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ആ ഒരു കാഴ്ചപ്പാടായിട്ട് എനിക്കുള്ളത്. എന്ന് വെച്ചാൽ കൂടെ നിന്ന് ചതിച്ചവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. താങ്കളെ പോലെ വളർന്നു വരുന്ന കലാകാരന്മാരെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ താങ്കൾ ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.